നല്ലൊരു റിസൾട്ട് തരുന്ന അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണോ? ഞായറാഴ്ച കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ടിപ്സിലേക്ക് അങ്ങ് ഇറങ്ങിക്കാണ്. നമുക്ക് നന്നായിട്ട് വെളുക്കാനും നല്ല മുഖത്തിലെ പാടുകളൊക്കെ മാറാനൊക്കെ പറ്റും നല്ല അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ പാക്ക് മുഖത്തെ കരുവാളിപ്പ് മാറി മുഖം നന്നായിട്ട് തിളങ്ങാനൊക്കെ പറ്റിയ നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. കരുവാളിപ്പ് മാത്രമല്ല, മുഖത്തിലെ കറുത്ത പാടുകളൊക്കെ മാറും ഈ പാക്ക് സഹായിക്കും. അപ്പോൾ എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാൻ എടുത്തേക്കണത് തക്കാളി, കുക്കുമ്പർ ചെറിയ കഷ്ണമില്ല, കുക്കുമ്പർ ചെറിയ കഷ്ണം കൂടി അരച്ചെടുത്തതാണ്. നമുക്കിതിൻ്റെ നീര് മാത്രം മതി കേട്ടോ. അപ്പം ഞാനിതാ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. ഇതാ കുക്കുമ്പറും കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ, കുക്കുമ്പർ ഒരു കഷ്ണം കൂടി ഉണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട കടലമാവാണ് കേട്ടോ. കടലമാവ് മുഖത്തിലെ കരുവാളിപ്പ് മാറാനും മുഖത്തിലെ പാടുകളൊക്കെ മാറാനും ഒക്കെ നല്ല സാധനമാണ് കടലമാവ്. അതാണ് ഞാൻ കൂടുതൽ എടുത്തേക്കണത്. കടലമാവ് നമ്മുടെ മുഖത്തിനും കഴുത്തിനും തേക്കാനുള്ള ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗ്ലിസറിനാണ്. അപ്പോൾ സ്കിന്ന് ഒത്തിരി അങ്ങ് ഡ്രൈനെസ് ആവാതെ ഇരിക്കാനാണ് ഞാൻ ഗ്ലിസറിൻ എടുത്തത്. അപ്പോൾ ഡ്രൈനെസ് മാത്രമല്ല, നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കം കിട്ടാനും ഈ ഗ്ലിസറിന് നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗ്ലിസറിനൊക്കെ നമുക്ക് കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് കടലമാവിലോട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, തക്കാളിയും കുക്കുംബർ ജ്യൂസും കൂടെ കുക്കുംബർ കഷ്ണം കൂടെ അരച്ച് വെച്ചതാണ്. നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കഷ്ണമായിട്ട് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊന്നും അങ്ങനെ തേച്ച് അങ്ങ് പിടിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജ്യൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. വെള്ളമൊന്നും ഇല്ലാതായിട്ട് ഞാൻ അരച്ചെടുത്തത് കണ്ടോ, വെള്ളം പോലെ ആയിട്ടുണ്ടല്ലേ. ഇത്തിരി പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തത്. തക്കാളിയുടെ പകുതി എടുത്തു. പിന്നെ ചെറിയൊരു കഷ്ണം, ഇത്രയുള്ള കഷ്ണം, ഒരു കുക്കുംബർ കുക്കുംബർ കഷ്ണം കൂടി എടുത്തു. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞാനിത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കടലമാവിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവേ. ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, എനിക്കെന്ത് അബദ്ധം പറ്റുന്നതാണ്. കൂടുതലങ്ങ് ഒഴിച്ചു കൊടുക്കും. നമുക്ക് മിക്സ് ചെയ്യാവേ. അപ്പോൾ വെയിലത്തൊക്കെ വന്ന ഉടനെ തന്നെ നമ്മൾ ഈ പാക്ക് ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല വ്യത്യാസം ഉണ്ടാവേ. ആ കരുവാളിപ്പൊക്കെ നല്ല വൃത്തിയിലങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് ഗ്ലിസറിൻ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് ചേർത്തെടുത്താൽ മതി കേട്ടോ. ഇത്തിരി ഒന്നും വേണ്ടേ, കുറച്ച് മതി. അത് മതി കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തേക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ മുഖത്ത് തേക്കണ്ട. ഇത് 2-3 മിനിറ്റ് കഴിഞ്ഞ് തേക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാവേ. അതുവരെ ഈ പാക്ക് ഇവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാക്കൊന്ന് വേഗം ഒന്ന് തേച്ചെടുക്കാവേ. അപ്പോൾ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മുഖമൊക്കെ കഴുകിയതാണേ. നല്ലോണം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയിലങ്ങ് തേച്ച് കൊടുത്തോളൂ. അപ്പോൾ കരുവാളിപ്പൊക്കെ നല്ലവണ്ണം മാറി കിട്ടും കേട്ടോ. ഇപ്പം വെയിലൊക്കെ വരുമ്പോൾ എന്നാ വെയിലല്ലേ, നമ്മുടെ മുഖമൊക്കെ പെട്ടെന്ന് തന്നെ കരുവാളിച്ച് പോകുന്ന സൈസുള്ള വെയിലൊക്കെയാണ് വരുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു. ഇന്നലെ എനിക്ക് ചെറിയൊരു മടി വന്നു കേട്ടോ. മടി വന്നാൽ പിന്നെ പോയി. പിന്നെ
കാണുന്നതും ഇരിക്കുന്നതും ഒക്കെ മടിയായിരിക്കും. അപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത കാരണം മടി തന്നെയാണ്. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പഠിപ്പിക്കാൻ ഇറങ്ങി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും മടി പിടിച്ചു പോയി കേട്ടോ. നമുക്ക് കഴുത്തിലൊക്കെ നല്ല വെള്ളത്തിലങ്ങ് തേച്ച് കൊടുക്കാവേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ പേര് ഷീന മോൾ എന്നാണ്. അവൾ നേഴ്സാണ് കേട്ടോ, അമൃത ഹോസ്പിറ്റലിൽ നേഴ്സാണ്. അപ്പോൾ രാവിലെ ഒന്ന് ജസ്റ്റ് ഞാൻ അവളെ സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂപ്പർ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇട്ടായിരുന്നേ. അപ്പോൾ തന്നെ അവളെന്നെ വിളിച്ചപ്പോൾ വീഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടോ. നല്ല വീഡിയോ ആണ്. നീ ഇപ്പം ഇതുപോലത്തെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒക്കെ അല്ലേ ഇടുന്നത്. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ തേക്കാൻ, പക്ഷേ സമയം കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും നല്ല ഫേസ് പാക്കായിരുന്നു പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് എന്നോട്. അവളുടെ മുഖത്ത് കറുത്ത പാടോ കലകളോ ഒന്നുമില്ല കേട്ടോ. നല്ല വെളുത്ത കൊച്ചാണ്. എന്നാലും ഇത്തിരി കൂടെ സൗന്ദര്യം കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാക്ക് ഏതാണെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അടിപൊളി ഒരു പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എങ്ങനെ തേക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അവളതൊന്നും തേക്കാത്തതേ. അപ്പം നമ്മളിതിലൊക്കെ സമയം കണ്ടെത്തണം കേട്ടോ. ഇതിനൊക്കെ സമയം കണ്ടെത്തിയെങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ വരാതെയൊക്കെ ഇരുന്നോളും. ഇപ്പോൾ ഇതിന് ഓർക്കാതെ കണ്ണിൻ്റെ സൈഡ് തേച്ചാണ് കേട്ടോ, സംസാരിക്കുന്നിടയിൽ തേച്ചാണേ. കണ്ണിൻ്റെ ഇവിടെ ഒന്നും ഈ കടലാവിലെ തേക്കണ്ട കേട്ടോ. ചിലപ്പോൾ ചുളിവുകൾ വരെ നമ്മളിങ്ങനെ ഡ്രൈനെസ് ആവുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ ചിമ്മൊക്കെ ചെയ്യുന്നില്ലേ, അത് തേക്കണ്ട കേട്ടോ. അതുപോലെ ഒത്തിരി അവിടെ വരെ പോകണ്ട, തിരിച്ചങ്ങ് മായ്ച്ചളയാം. കയ്യിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. കയ്യിൽ കാലിൽ ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കുക നമ്മുടെ കടലമാവ്. പിന്നെ മിനിഞ്ഞാന്നിട്ടൊരു വീഡിയോ നിങ്ങൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്തായിരുന്നു, കടലമാവ് മുൾട്ടാണി മിട്ടിയും ചേർന്നുള്ള നല്ല അടിപൊളി ഒരു പാക്ക്. ഒരു ഫേസ് വാഷ് പോലെ ഞാൻ പറഞ്ഞത്, പക്ഷെ ഫേസ് വാഷോ ഫേസ് പാക്കോ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. മുഖത്തെ പാടൊക്കെ പോകാൻ നല്ല സൂപ്പറാണ്. നമ്മൾ സോപ്പിന് പകരം ഫേസ് വാഷിന് പകരമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം അത് നല്ലതാണേ. ഇപ്പം ഈ കടലമാവ് വെച്ച് ഞാൻ പറയില്ല, കടലമാവ് നല്ല സാധനമാണ്. കരുവാളിപ്പ് പോകാനും മുഖത്തെ കറുത്ത പാട് പോകാനും മുഖക്കുരു വന്ന പാട് പോകാനും ഒക്കെ നല്ല സാധനമാണ് ഈ കടലമാവ് കേട്ടോ. അപ്പോൾ കടലമാവ് ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കണേ. എനിക്ക് തോന്നുന്നു ചെറുപയർ പൊടിയേക്കാളും ഇച്ചിരി കൂടെ നല്ലത് കടലമാവാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറുപയർ മുടിക്ക് നല്ലതാണേ, പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചോടെ എനിക്ക് അങ്ങനെ ചെറുപയർ എനിക്കങ്ങനെ പിടിക്കില്ല കേട്ടോ. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇതുപോലെയല്ലേ. എനിക്ക് ചൊറിച്ചിൽ പോലെ വരുവേ ചെറുപയർ പൊടി മുഖത്ത് തേക്കുമ്പോൾ. ഒത്തിരി അങ്ങ് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നും. പക്ഷെ എനിക്ക് കടലമാവ് എനിക്ക് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കടലമാവ് വെച്ചുള്ള ഫേസ് പാക്ക് ആയാലും ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലമാവ്. എനിക്ക് ഒത്തിരി നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുഖത്തിലൊക്കെ വേഗം തന്നെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അതായിട്ട് ഞാൻ കൂടുതലും കടലമാവ് എടുത്തേക്കണത്. പിന്നെ അവൾ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയില്ലേ, അവൾ പറഞ്ഞു അവളുടെ കഴുത്തിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാടുണ്ട്. അപ്പം അവൾ എപ്പോൾ മാല ഇടും കേട്ടോ. ഇത് ഇവിടെ ചെറിയ മാലയാന്ന് പറഞ്ഞ്. അപ്പം മാല അഴിക്കാനും ഊരാനും ഇടാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് സ്ഥിരമായിട്ട് ഇട്ടു കേട്ടോ. പക്ഷെ മാല ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കഴുത്തിൽ കറുത്തപ്പാട് എന്തായാലും ഉണ്ടോ. ഞാൻ വീട്ടിലിരിക്കാൻ മാല ഇടാറില്ല കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം മാല ഇടുള്ളൂ. നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് മാല ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുക. മാല ഇടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കഴുത്തിൽ ഇവിടെയൊക്കെ നല്ല കറുത്തപ്പാടായിരുന്നു കേട്ടോ. മാല ഇട്ടായതാണ്. അത് മാത്രമല്ല ഉണ്ണിക്കൊണ്ടും പിടിച്ച് വലിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയാണ്, മാല എങ്ങാനും പൊട്ടിപ്പോയാലെന്ന് പേടിച്ചിട്ട് ഞാൻ അതിന് ശേഷം മാല ഊരി വെക്കാട്ടോ ചെയ്യാറ്. അപ്പം മാല ഇടുന്നവരുടെ കഴുത്തിലൊക്കെ നല്ല കറുത്തപ്പാടുണ്ടാവും കേട്ടോ. അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞ് കറുത്തപ്പാടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഉണ്ണിക്കുട്ടിന് ഒളിഞ്ഞു നോക്കണമെങ്കിൽ ഇനി ആശാൻ ഇപ്പോൾ ഒളിഞ്ഞു നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കത്തിലായിരുന്നേ, ഇപ്പോഴാണ് ആശാൻ എണീറ്റ്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ, ഇന്ന് ചേട്ടായും പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേർ അവിടെ ഫാബ്രിക് പെയിൻറ്റിങ് ആട്ടോ.
അപ്പം അവർ മത്സരത്തിന് പോകുന്നുണ്ടേ. അപ്പം അവരിങ്ങനെ നല്ല ചിത്രം വരച്ച് നല്ല അടിപൊളിയായിട്ട് കളറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചുമന്ന കളറും നല്ല ലൈറ്റ് റോസ് കളറൊക്കെ പൂവിന് കളർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു ഇവർ ഒന്നും കൂടെ ഒന്ന് കളർ കൊടുപ്പിക്കണം കേട്ടോ, ചിത്രമൊക്കെ വരച്ചൊന്ന് കളർ കൊടുത്ത് നോക്കണം, പിന്നെ ഒന്ന് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു. നാളെ ഒന്നും കൂടെ സ്കൂളിൽ പോയി ഒന്ന് പ്രാക്ടീസൊക്കെ ഉണ്ടാവേ. പിന്നെ മത്സരങ്ങളൊക്കെ തുടങ്ങിയില്ലേ, ഇനിയിപ്പം എന്താ പറയുക, ഇനി മത്സരങ്ങളുടെ സമയമാണ്. അപ്പോൾ ഒരു കിസ് കോമ്പറ്റീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അത് ഈ തിങ്കളാഴ്ച അല്ല കേട്ടോ, നാളെയല്ല, അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ചയില്ലേ, അടുത്ത ആഴ്ചയാണ് നമ്മുടെ മത്സരം. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ തീർന്നു. കഴുത്തിലും മുഖത്തിലും തേക്കാനുള്ള പാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കട്ടിലങ്ങ് തേച്ച് കൊടുക്കുവാണേ. നമുക്ക് മുഖത്ത് കട്ടിലങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഫേസ് പാക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ വേണം, എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റുമല്ലേ. കട്ടിലങ്ങ് തേച്ച് കൊടുത്തു. നമ്മുടെ ചെവിയും കൂടി നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമില്ല. ചില കമ്മലിലൊക്കെ വരുന്നതുകൊണ്ടാട്ടോ ഞാൻ ചെവിയിൽ പാക്ക് ഇടാത്തത്. നിങ്ങൾ ചെവിയിലും പാക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ചെവിയിലും കൂടി ഒന്ന് ഇടാമെന്ന് കരുതി. അപ്പോൾ കടലമാവൊക്കെ ഇപ്പം മുടിയിൽ പറ്റി മേച്ചിട്ട് പേടിക്കാനൊന്നും വേണ്ട കേട്ടോ. കടലമാവൊക്കെ നമ്മുടെ മുടിയിലൊക്കെ തേക്കുന്ന അഴുക്കൊക്കെ പോകാൻ നല്ലതാണ്. ചെവിയുടെ ഭാഗം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ തീർന്നേക്കുവാണ്. ഒരു 10 മിനിറ്റിനുള്ളൊന്നും ഉണങ്ങത്തില്ല. 15-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ പാക്ക് നന്നായിട്ട് അങ്ങ് ഉണങ്ങും കേട്ടോ. നന്നായിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് എന്തായാലും വെച്ചാൽ മതി. ഉണങ്ങിയാലും ഉണങ്ങിയില്ലെങ്കിലും എന്തായാലും കഴുകണം കേട്ടോ. മാക്സിമം ഒരു 20 മിനിറ്റ് നമ്മുടെ മുഖത്ത് പാക്ക് വെച്ചാൽ മതിയേ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കഴുകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്കണം. നല്ല റിസൾട്ടാട്ടോ. നല്ല മുഖത്തൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന നല്ല അടിപൊളി പാക്കാണ്. കാരണം ഇതിൽ തക്കാളി ചേർത്തിട്ടുണ്ട്, കുക്കുംബർ ചേർത്തിട്ടുണ്ട്, ഗ്ലിസറീന്, കടലമാവ്, ഇതെല്ലാം നല്ല മുഖത്ത് നിറം വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ കുക്കുംബറൊക്കെ ചേർക്കുമ്പോൾ വെച്ചാൽ കരുവാളിപ്പൊക്കെ നല്ല വണ്ണം അങ്ങ് പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ വെയിലത്ത് ഇപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് കരുവാളിച്ചങ്ങ് വന്ന് വിചാരിച്ചോ. അപ്പോൾ കരുവാൾ ചെന്നുമ്പോൾ എന്താ ചെയ്യുക, ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ മുഖം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം ഈ പാക്ക് ഒന്നിങ്ങനെ കട്ടിലങ്ങ് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് കഴുകി കളഞ്ഞ് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ. കരുവാളിപ്പൊക്കെ എങ്ങനെ പോയി എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കും, അതുപോലെ നല്ല മാറ്റമാണ്. അതുപോലെ തൈര് വെച്ചുള്ള ഞാൻ ഫേസ് പാക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൈര് അലർജി ഉള്ളവർ ഈ പാക്കൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഞാൻ അന്ന് എടുത്തായിരുന്നു തൈരും നമ്മുടെ കടലമാവ് ഉപയോഗിച്ചുള്ള പാക്ക് ഞാൻ മുമ്പ് ചെയ്തായിരുന്നു. അത് നല്ല റിസൾട്ട് തരുന്നതാണ്. പക്ഷേ ചില ആൾക്ക് തൈര് പിടിക്കുന്നില്ല കേട്ടോ. തൈര് ചൊറിച്ചിൽ അലർജിയൊക്കെ വരാറുണ്ട്. അപ്പോൾ തൈരിൻ്റെ പകരം നിങ്ങൾ തക്കാളിയും കുക്കുംബറും ഇച്ചിരി ഗ്ലിസറിൻ കൂടി ചേർന്നുള്ള പാക്ക് ചെയ്ത് നോക്കൂ. അടിപൊളി റിസൾട്ട് തരുന്നതന്നെ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കൂ, ഒട്ടും തവണ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകിയെടുക്കാവേ. അപ്പോൾ 20 മിനിറ്റ് ഒന്ന് വേഗം തന്നെ കഴിയട്ടെ. ഞാനിതാ 20 മിനിറ്റ് കഴിഞ്ഞ് മുഖമൊക്കെ ഇവിടെയൊക്കെ ചെറുതായി ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊന്നും ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴുകാൻ പോവുകയാണ്. കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അങ്ങനെ ഞാനിതാ മുഖവും കഴുത്തും എല്ലാം കഴുകിയിട്ട് പോകുന്നു കേട്ടോ. മുഖം നല്ല വൃത്തി കഴുത്ത് ഞാൻ തുടയ്ക്കുകട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും കുളിക്കാൻ പോകില്ല, അന്നേരം ശരിക്കും കഴുത്തങ്ങ് കഴുകാലോ എന്ന് കരുതിയേ. തോർത്തും കൊണ്ടൊന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഒറ്റ തവണ നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് തരുന്ന അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. നല്ല വ്യത്യാസം നമ്മുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കടലമാവ് ചേർത്തിട്ടുണ്ട്, കുക്കുംബർ, തക്കാളി, ഗ്ലിസർ, ഇത്ര 4 സാധനങ്ങളായിട്ട് ചേർത്ത അടിപൊളി പാക്കാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ ഒന്ന് പറയണേ. കണ്ട് മുഖം കൂട്ടി നല്ലോണം ക്ലിയർ ആയിട്ടോ. മുഖത്തിലെ അഴുക്കുകളെല്ലാം പോയി. അപ്പം ഇതുപോലെ ഒരു ആഴ്ചയിൽ 3 തവണയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ മുഖത്ത് വരുന്ന കരുവാളിപ്പ്, മുഖത്ത് കുരുക്കൾ വന്ന പാടുകൾ എല്ലാം മാറാൻ നല്ലൊരു
പാക്ക് തന്നെയാണ് ഇത്. അതുകൊണ്ട് മുഖം കഴുകുമ്പോൾ തന്നെ കഴുകി നോക്കി എന്നാലും എന്താ പറയുക, നല്ലൊരു നല്ല തേച്ച് ഉരച്ച് കുളിച്ചൊരു ഫീൽ തന്നെ നമ്മുടെ മുഖത്ത് ഇരിപ്പുണ്ട് കേട്ടോ, മുഖത്ത് തോന്നും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പാക്ക് ഇട്ടുകൊണ്ട് ചേട്ടായോട് പറഞ്ഞു, നമ്മുടെ കള്ളി തന്നെ പാക്ക് ഇട്ടല്ലേ, എനിക്ക് വെച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് എടുത്ത ഒരു പാക്കായിരുന്നേ. അപ്പോൾ ചേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫേസ് പാക്കൊന്നും ചേർത്ത് വെച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനോട് പിണങ്ങി. അപ്പോൾ ചേട്ടയ്ക്ക് ഇതുപോലെ ഒന്നും കൂടെ അങ്ങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും നല്ല വീഡിയോസും നല്ല ടിപ്സുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.